ടീച്ചർമാർക്കൊക്കെ ഒരു പരാതി ഉണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കായിട്ട് നിങ്ങൾ പഠിക്കാത്തത് എന്ന്. എന്നാ ഇനി മുതൽ ഞാൻ ശ്രദ്ധിക്കാൻ പോവാ. അതിന് നിങ്ങൾക്ക് വല്ലതും അറിയോ? അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? നിങ്ങൾക്ക് എന്നെ കുറിച്ച് ശരിക്കും അറിയില്ല. ഞാൻ ചുരുങ്ങിയത് ഒരു കലക്ടറെങ്കിലും ആവേണ്ട ആളായിരുന്നു. എന്നിട്ട് നിങ്ങളെന്താ കലക്ടർ ആവാതിരുന്നേ? എന്താ ചെയ്യാ, 5ാം ക്ലാസ് കഴിഞ്ഞപ്പത്തിന് 15 വയസ്സായി. അതെങ്ങനെ? നന്നായി പഠിക്കണം എന്ന് പറഞ്ഞോണ്ട് ഞാൻ ഓരോ ക്ലാസ്സിൽ 2 വർഷം ഇരുന്നു. അപ്പൊ 5ാം ക്ലാസ് കഴിഞ്ഞപ്പത്തിന് 15 വയസ്സായി. അല്ലാതെ നിങ്ങൾ എല്ലാ ക്ലാസ്സിലും തോറ്റതല്ല. ഇക്ക് വിവരം ഉണ്ടോ ഇല്ലയെന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. ഞാൻ ബുക്ക് എടുക്കട്ടെ. ആദ്യത്തെ ചോദ്യം ഞാൻ മജീദിനോടാ ചോദിക്കണത്. കണക്കാണ് ഞാൻ ചോദിക്കണത്. ഉദാഹരണത്തിന് 1 കൂട്ടണം 1 സമം 2, 2 കൂട്ടണം 2 സമം 4. അപ്പോ 500 കൂട്ടണം 500 എത്രയാണ്? അത് ശരി, ചെറുതൊക്കെ നിങ്ങളെടുത്തിട്ട് വലുതൊക്കെ തരാല്ലേ? അപ്പൊ അതറിയില്ലല്ലേ. അടുത്തത് സൂറാനോടാണ്. 3 പശുവിന്റെ വില 3000 ആണെങ്കിൽ 1 പശുവിന്റെ വില എത്ര? അതിപ്പോ പശുവിനെ കാണാതെ ഞാനെങ്ങനെ ഇപ്പൊ പറയാ? പശുവിനെ കണ്ടിട്ട് അതിന്റെ വലിപ്പ് കാരണട്ടല്ലേ പറയാൻ പറ്റൂ. അത് ശരിയല്ലോ. എന്നിട്ടെന്താ ബുക്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ? വെറുതെ കുട്ടികളെ പറ്റിക്കാൻ. ഇനി കണക്കവിടെ നിൽക്കട്ടെ. ഇനി കുറച്ച് ഇംഗ്ലീഷ് ചോദിക്കാം. ഞാൻ സ്പെല്ലിങ് പറയാം, നിങ്ങൾ ആ വാക്ക് പറയണം. PUT, പുട്ട്. ഉത്തരം ശരിയാണ്. ഇനി അടുത്ത വാക്ക് BUT. മജീദ് പറ. ബുട്ട്. അത് ബട്ടല്ലേ? PUT പുട്ടാണെങ്കിൽ BUT ബുട്ടല്ലേ? അത് ശരിയാണല്ലോ. മജീദ് പറ, ആനക്കെന്ത് ഇംഗ്ലീഷിൽ പറയാ? അത് അറിയില്ലല്ലേ. എന്നാ കുളിച്ച് പറയ്. എലിഫന്റ്. ഉത്തരം ശരിയാണ്. എന്നാ മജീദ് പറ, എലിക്കെന്ത് ഇംഗ്ലീഷിൽ പറയാ? ആനഫന്റ്. അതെങ്ങനെ? ആനക്ക് എലിഫന്റിനാണെങ്കിൽ എലിക്ക് ആനഫന്റ് അല്ലേ? എലിക്ക് റാറ്റ് എന്നാണ് പറയാ. അങ്ങനെയും പറയാ. ഇനി സയൻസിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. നമുക്ക് ആവശ്യമായ വെള്ളം എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? സൂറ പറ. വീടിന്റെ മുകളിൽ വെച്ച ടാങ്കിൽ നിന്നും അടുക്കളയിൽ വെച്ച കുടത്തിൽ നിന്നും. അതല്ല ഞാൻ ചോദിച്ചത്. ഈ കുടത്തിലും ടാങ്കിലും വെള്ളം തന്നെ ഉണ്ടാവുമോ? കിണറിന്നല്ലേ നമുക്ക് വെള്ളം കിട്ടുന്നത്. അതാ നിങ്ങൾ ഉദ്ദേശിച്ചത്. എല്ലാവരും ബുക്ക് എടുത്തോളി. ഇനി നമുക്ക് കാണാതെ എഴുതാം. എന്നാ എഴുതിക്കോളി. തറ. കറണ്ട് പോയോ? അത് ഞാൻ ഓഫ് ആക്കിയതാണ്. അതെന്തിനാടാ പൊട്ട ലൈറ്റ് ഓഫ് ആക്കിയത്? നിങ്ങളല്ലേ പറഞ്ഞത് കാണാതെ ഇടാന്. ലൈറ്റ് ഇട്ടാ പിന്നെ കാണൂലേ? ലൈറ്റ് ഇടാ പൊട്ട. ഞാൻ കേട്ടെഴുത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഞാൻ വേറെ എന്തൊക്കെയോ വിചാരിച്ചു. തറ. പറ. എല്ലാരും എഴുതിയോ? ഇനി അടുത്ത വാക്ക് ഋഷി. എന്ത് ഋഷിയോ? കൃഷി എന്നുള്ളൂ അറിയാം. അനക്കറിയണത് എഴുതാനല്ല പറഞ്ഞത്, ഞാൻ പറയണത് എഴുതേണ്ടത്. വര. പദ. ഇനി എല്ലാരും ബുക്ക് നോക്കട്ടെ, ആരൊക്കെ ശരിയാക്കിയെന്ന് ഞാൻ നോക്കട്ടെ. കുൽസ് മുഴുവൻ ശരിയാക്കിയിട്ടുണ്ട്. ഇനി സൂറാട നോക്കട്ടെ. ഇതിലെന്താ നിറച്ച് കുമ്പളകൾ വരച്ചിരിക്കണ്? നിങ്ങൾ എഴുതാൻ പറഞ്ഞൊരു വാക്ക് പദാണ് ഇനില്ലേ? അപ്പൊ ഞാൻ സോപ്പ് പദ പോലെ വരച്ചതാ. അനക്കത് കേട്ട് ഞാൻ ശരിക്ക് പതപ്പിച്ചേരാ. ഇനി മജീദിന്റെ ബുക്ക് നോക്കട്ടെ. ഇതിന്റെ ഇടക്ക് എന്താണ് നീളത്തിലൊരു വര? നിങ്ങൾ വരാന്ന് എഴുതാൻ പറഞ്ഞില്ലേ? അതൊക്കെ എഴുതാൻ അറിയുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. വെറുതെ അല്ല എന്റെ ടീച്ചർമാർക്ക് എന്നെ കുറിച്ച് ഇത്ര നല്ല അഭിപ്രായം. അനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളെ ടീച്ചർമാരെ സമ്മതിക്കണം. നിങ്ങളൊക്കെ അവിടെ സൈക്കിൾ ഉണ്ടല്ലോ ഓല്. ഇത് ഇവിടം കൊണ്ടൊന്നും തീർന്നിട്ടില്ല. ഇത് ഞാൻ നാളെയും ചോദിക്കും. അപ്പൊ ഇനി ആരെങ്കിലും തെറ്റിച്ച എന്റെ തനി സ്വരൂപങ്ങൾ കാണും. ഇതിലും നല്ലത് ഞങ്ങളെ ടീച്ചർ തന്നെയാണ്. എന്നാ എനിക്ക് സ്കൂളിൽ ഒരു ടീച്ചറിന്റെ കൂടെ പോയിക്കൂടെ?
ഇങ്ങോട്ട് പിന്നെ എന്തിനാ വന്നത്? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും വേണ്ടില്ല, നാളെ ഉത്തരം തെറ്റിച്ച എന്റെ സ്വഭാവം ഞാൻ കാണിച്ചു തരാം.